ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം പായസം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പായസം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണാശംസകൾ. വെൽക്കം ടു ദ വീഡിയോ. പഴം പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി നല്ല പഴുത്ത നേന്ത്രപ്പഴം 1 കിലോ എടുത്തിട്ടുണ്ട്. ആദ്യമായി പഴം നമുക്ക് പുഴുങ്ങിയെടുക്കാം. പഴം പുഴുങ്ങുന്നതിന് വേണ്ടി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. പഴം തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം അടച്ചു വെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. പഴം പുഴുങ്ങി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 1/2 കിലോ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാൻ വെച്ചത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. പഴം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇനി നന്നായി തണുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം. പഴം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. പഴത്തിന് പുറത്തുള്ള നാരെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. പഴം ഇനി നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഴത്തിൻ്റെ നടുക്ക് ഭാഗത്തുള്ള ബ്ലാക്ക് പോർഷൻസ് നീക്കി കൊടുക്കാം. പഴത്തിൻ്റെ നടുഭാഗത്തെ പോർഷനെല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. പഴം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്താണ് പഴം അരച്ചെടുത്തത്. പായസത്തിന് വേണ്ടി 2 മീഡിയം സൈസ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചിരണ്ടിയത് 2 സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് തേങ്ങ അരച്ചത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങ ഒരു അരിപ്പ് വെച്ച് അരിച്ച് 1/4 പാല് പിഴിഞ്ഞെടുക്കാം. ഒന്നര കപ്പ് 1/4 പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. 1/4 പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് 2-ാം പാല് തയ്യാറാക്കി എടുക്കാം. 3 കപ്പ് 2-ാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രമോ ഉരുളിയോ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരി 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി നമുക്ക് പഴം വരട്ടിയെടുക്കാം. പഴം വരട്ടിയെടുക്കുന്നതിന് നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത അതേ നെയ്യിലേക്ക് പഴം പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പഴം നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. പഴം വരട്ടിയെടുക്കുന്ന സമയത്ത് തീ സിമ്മിലാക്കി വെച്ചതിന് ശേഷം തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തുടർച്ചയായി ഇളക്കി കൊടുത്തില്ലെങ്കിൽ പഴം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തീ ലോ ഫ്ലെയിമിലാക്കി തുടർച്ചയായി വരട്ടിയെടുക്കുക. 5 to 7 മിനിറ്റ്സ് നമുക്കിത് വരട്ടിയെടുക്കണം.
പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശർക്കര ഒരു അരിപ്പ് വെച്ച് അരിച്ചൊഴിക്കാം. ശർക്കരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. പഴം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാലാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. രണ്ടാം പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം വറ്റി ഒന്ന് കുറുകി വരണം. പായസം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പഴത്തിൻ്റെ പുളിപ്പ് അനുഭവപ്പെടുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശർക്കരയിലെ മധുരവും പഴത്തിലെ പുളിപ്പും ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. രണ്ടാം പാല് ചേർത്തതിന് ശേഷം പായസം കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പായസം ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മസും ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ പഴം പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.